ഒരു മയൂരധ്വജൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കഥ പറയും. അർജുനൻ ഒരിക്കൽ അശ്വമേധ യാഗം നടത്തിയ സമയത്ത് കുതിര അഴിച്ചു വിട്ടു ഉത്തരേ. അങ്ങനെയാണല്ലോ, ഈ കുതിര പോകുന്ന സ്ഥലമൊക്കെ നമ്മുടെ അതിർത്തി എന്നുള്ള രീതിയിലാണ്. മയൂരധ്വജൻ എന്ന് പറയുന്ന ഈ രാജാവിന്റെ രാജ്യത്തെത്തിയപ്പോ ഈ കുതിരനെ പിടിച്ചു കെട്ടി രാജാവ്. അദ്ദേഹമാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള കൃഷ്ണഭക്തനൊക്കെ ആയിരുന്നു ഈ മയൂരധ്വജൻ. അർജുനൻ പറഞ്ഞു, കൃഷ്ണ നമുക്ക് അയാളായിട്ട് യുദ്ധം ചെയ്യണം. ഭഗവാൻ പറഞ്ഞു, അദ്ദേഹം എന്റെ പരമഭക്തനാണ്, വലിയ സാത്വികനാണ്, അദ്ദേഹം പിടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായുള്ള കാരണം ഉണ്ടാവും. അപ്പൊ കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ ബ്രാഹ്മണ വേഷം കെട്ടിയിട്ട് മയൂരധ്വജന്റെ വീട്ടിൽ പോകും, കൊട്ടാരത്തിൽ. മയൂരധ്വജൻ ഗംഭീരമായിട്ട് അവരെ കാനയ്ക്കും വെള്ളവും ഇളനീരും പഴമൊക്കെ കൊടുത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ ബ്രാഹ്മണ വേഷത്തിൽ പറയും, ഞങ്ങളുടെ മകനെ ഒരു പുലി കടിച്ച് പകുതി അയാളുടെ ശരീരത്തിനകത്താണ്, ഈ പുലിയുടെ വായുടെ അകത്താണ് എന്റെ പകുതി മകന്റെ ജീവൻ, പകുതി പുറത്തേക്കുണ്ട്. തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പകുതി ഭാഗം മനുഷ്യമാംസം കൊടുക്കണം എന്നാണ് നിബന്ധന. അതുകൊണ്ട് രാജാവേ, അങ്ങയുടെ പകുതി ശരീരം എനിക്ക് തരണം എന്നു. പകുതിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ജീവനോട് എന്തായാലും ഉണ്ടാവില്ല, നമുക്ക് 100% ഉറപ്പാണല്ലോ. സന്തോഷത്തോടു കൂടി പറഞ്ഞു, അത്രേ ഞാൻ എടുക്കാം, എന്റെ ജീവൻ എടുത്തോളൂ. മയൂരധ്വജൻ ഭാര്യയും മകനെയും വിളിച്ച് പറഞ്ഞതാ, നിങ്ങൾക്കൊക്കെ വേണ്ടി, ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി എനിക്ക് വലിയൊരു അവസരം കിട്ടിയിരിക്കുകയാണ്, ദാനധർമ്മത്തിലൂടെ എന്റെ ജീവൻ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ പോവാണെന്ന് പറഞ്ഞ് നേരെ ഭഗവാന്റെ കൂടെ പോയി. അർജുനൻ എന്തൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക, അവിടെ കിടത്തി വെട്ടാൻ വേണ്ടി പകുതി ഭാഗത്ത് മാർക്ക് ചെയ്തു. ഒരു മയൂരധ്വജൻ എന്ന് പറയുന്ന ഒരു രാജാവിന്